Hi all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മെനു എന്ന് പറയുന്നത് വ്യൂ മെനു ആണ്. വ്യൂ മെനുവിനകത്തുള്ള കമാൻഡുകളെല്ലാം നമ്മുടെ ഡോക്യുമെന്റ് വ്യൂ റിലേറ്റ് ചെയ്ത് വരുന്ന കമാൻഡുകളാണ്. അതായത് നമ്മൾ അതിനകത്ത് എന്ത് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്താലും അതിന്റെ ആ വ്യൂവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വ്യൂവിനെയാണ് അഫക്ട് ചെയ്യുന്നത്. സോ നമുക്ക് വ്യൂ മെനുവിനകത്ത് വരുന്ന കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ വ്യൂ മെനുവിൽ വരുവാണെങ്കിൽ ആദ്യമേ കുറെ കമാൻഡുകൾ വരുന്നുണ്ട്. സോ നമുക്കൊരു ബിഗിനർ സിലബസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കമാൻഡുകളാണ് പറയുന്നത്. നമ്മുടെ വ്യൂ മെനുവിലെ ഫസ്റ്റ് കമാൻഡ് സൂം ഇൻ ആണ്. സൂം ഇൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഇമേജ് സൂം ഇൻ ചെയ്യാനും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും അല്ലേ? സോ നമുക്കിവിടെ വ്യൂ മെനുവിനകത്ത് സൂം ഇൻ ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത്. സൂം ഇൻ നമ്മൾ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇമേജ് സൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ പ്ലസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. സോ കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇമേജ് സൂം ഇൻ ആയി കിട്ടും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ സൂം ചെയ്യുന്ന സൂമിംഗ് പെർസെന്റേജ് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ, അതായത് ഈ താഴെ ഓക്കെ ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സൂമിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ മാക്സിമം സൂമിംഗ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. മാക്സിമം സൂമിംഗ് പെർസെന്റേജ് എത്ര വരും? 12,800 വരും കേട്ടോ. മാക്സിമം സൂം പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പിനകത്ത് ഏത് ഇമേജ് എടുത്താലും നമുക്ക് ഇത്രയും സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് നമ്മുടെ ഇതിന്റെ മാക്സിമം സൂം പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സൂം ചെയ്ത് എങ്ങനെയാണ്? വ്യൂ മെനുവിലെ സൂം ഇൻ എന്നുള്ള കമാൻഡ് വെച്ചിട്ടാണ്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ പ്ലസ് ആണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് കമാൻഡ് നോക്കാം. വ്യൂ മെനുവിൽ തന്നെ എന്താണ്? സൂം ഔട്ട്. സൂം ഔട്ട് മീൻസ് എന്താണ്? സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ, നമ്മുടെ ഇമേജ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സൂം ഔട്ടിന്റെ ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ മൈനസ് ആണ്. സൂം ഔട്ടിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ മൈനസ്. ഓക്കെ, നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇമേജുകളെ നമുക്ക് സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മിനിമം പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.19 ആണ് അതിന്റെ മിനിമം പെർസെന്റേജ് എന്ന് പറയുമ്പോൾ. അതായത് നമുക്ക് ഒരു നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്യുമെന്റ് ഫോട്ടോഷോപ്പിനകത്ത് സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.19 ആണ് അല്ലെ. ഓക്കെ, സോ അതാണ് എന്ത്? സൂം ഔട്ട് എന്ന് പറയുന്നത് അല്ലെ. സൂം ഔട്ട് അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ മൈനസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം. അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫിറ്റ് ഓൺ സ്ക്രീൻ. ഫിറ്റ് ഓൺ സ്ക്രീൻ. സോ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇമേജ് ആ നമ്മുടെ സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിറ്റ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് ടു ഫിറ്റ് അവർ വോൾ ഡോക്യുമെന്റ് ഇൻ ടു ദി സ്ക്രീൻ. അതായത് നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് മൊത്തം ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ ഫിറ്റ് ഓൺ സ്ക്രീൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കൺട്രോൾ പ്ലസ് 0 ആണ് എന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് 0 ആണ് എന്റെ ഷോർട്ട് കട്ട്. സോ ഞാൻ ആ ഫിറ്റ് ഓൺ സ്ക്രീൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. യൂസ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ആയി നമുക്ക് കിട്ടും. സോ അപ്പൊ അതാണ് എന്താ വ്യൂ മെനുവിലെ ഫിറ്റ് ഓൺ സ്ക്രീൻ എന്ന് പറയുന്നത്. സോ നമുക്കത് വളരെ യൂസ്ഫുൾ കമാൻഡ് ആണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെ വർക്ക് അല്ലെങ്കിൽ ആ സൂം ഔട്ട് അല്ലെങ്കിൽ സൂം ഇൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയടിക്ക് ആ ഇമേജ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ സ്ക്രീനിലേക്ക് ഫിറ്റ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ മതി? ഈ വ്യൂ മെനുവിൽ ഫിറ്റ് ഓൺ സ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സൂം ചെയ്തിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇമേജ് മൊത്തത്തിൽ കാണണം, പെട്ടെന്ന് കാണണം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഈ ഇമേജിന്റെ വേറൊരു ഏരിയയിലേക്ക് നമുക്കിത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ ഈസി ആയിട്ട് വ്യൂ മെനുവിലെ ഈ ഫിറ്റ് ഓൺ സ്ക്രീൻ എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പൊ അതാണ് വ്യൂ മെനുവിലെ ഫിറ്റ് ഓൺ സ്ക്രീൻ എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ വ്യൂ മെനുവിൽ തന്നെ നെക്സ്റ്റ് കമാൻഡിലേക്ക് പോവാം. ഈ നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്ന വ്യൂ മെനുവിൽ തന്നെ കിടക്കുന്ന 100% എന്നുള്ളൊരു കമാൻഡ് ആണ്. സോ ആ കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ആക്ച്വൽ പിക്സൽസ് ആണ്. ഓക്കെ, അതായത് അതിന്റെ ആക്ച്വൽ പിക്സൽസ് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു 100% ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ച്വൽ പിക്സൽ എന്ന് പറയുന്നത്. ഇതിന്റെ നോർമൽ പിക്സൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രിന്റ് ക്വാളിറ്റി. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ ഇതിന്റെ ആക്ച്വൽ പിക്സൽ ആയിട്ട് വരുന്ന ഇത്രയും ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് പ്രിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ സോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ ക്വാളിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ വ്യൂ മെനുവിൽ വന്നിട്ട് 100% ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഷോർട്ട് കട്ട്? കൺട്രോൾ പ്ലസ് 1 ആണ് അതിന്റെ ഷോർട്ട് കട്ട്. സോ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന്റെ പ്രിന്റ് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് സാധിക്കും. അതിന്റെ സൂം പെർസെന്റേജ് എത്രയാണ് കിടക്കുന്നത്? 200 ആണ്. സോ അതിന്റെ കുറച്ചും കൂടെ അതിന്റെ ഹയർ സൂമിംഗ് ലെവലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് കൊടുത്തു കഴിഞ്ഞാൽ? വ്യൂ മെനുവിലെ 200% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി വ്യൂ മെനുവിലേക്ക് കിടക്കുന്ന ഏതാണ്? പ്രിന്റ് സൈസ് ആണ്.
പ്രിന്റ് സൈസ് മീൻസ് ഞാൻ പറഞ്ഞു നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന വർക്കുകളൊക്കെയും ചിലപ്പോഴൊക്കെ എന്താണ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സൈസിൽ നമ്മുടെ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ പ്രിന്റ് സൈസ് ഒന്ന് എടുത്ത് നോക്കണം. ഓക്കെ, ആ പ്രിന്റ് സൈസ് ഒന്ന് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ വ്യൂ മെനുവിൽ വന്നിട്ട് പ്രിന്റ് സൈസിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ. പ്രിന്റ് സൈസിൽ ക്ലിക്ക് ചെയ്താൽ സോ പ്രിന്റ് സൈസ് എന്ന് പറയുന്നത് എന്തിനാണ്, ടു വ്യൂ ദി പ്രിന്റ് പ്രിവ്യൂ ഓഫ് അവർ ഡോക്യുമെന്റ്. അതായത് നമ്മൾ അതിന്റെ പ്രിന്റ് പ്രിവ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് സൈസ്, പ്രിന്റ് പ്രിവ്യൂ എന്നല്ല പ്രിന്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വ്യൂ മെനുവിൽ ഈ പ്രിന്റ് സൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പൊ ഇതുണ്ട് ഈ പ്രിന്റ് സൈസ്, ഇതാണ് നമ്മുടെ പ്രിന്റ് സൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ഞാൻ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് 10 സെന്റിമീറ്റർ വിത്തും 10 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ പോവാ കേട്ടോ. നോക്കുക, ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വിൻഡോ കിട്ടും, ഈ ന്യൂ ഡോക്യുമെന്റ് വിൻഡോ കിട്ടും. അവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ സെന്റിമീറ്റർ ആക്കണു. സെന്റിമീറ്റർ ആക്കിയിട്ട് 10 സെന്റിമീറ്റർ വിത്തും 10 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കി, സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ വ്യൂ മെനുവിൽ വന്നിട്ട് പ്രിന്റ് സൈസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് 10 സെന്റിമീറ്റർ വിത്തും 10 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ നോർമൽ ക്വാളിറ്റി ആണിത്. ഇതാണ് നമ്മുടെ നോർമൽ പ്രിന്റ് സൈസ് എന്ന് പറയുന്നത്, 10 സെന്റിമീറ്റർ വിത്തും 10 സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് വ്യൂ മെനുവിൽ തന്നെ നെക്സ്റ്റ് കമാൻഡ് നോക്കാം. നെക്സ്റ്റ് കമാൻഡ് ഏതാണ്, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. നമ്മൾ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇമേജ് റൊട്ടേഷനകത്ത് നമ്മൾ പഠിച്ചതല്ലേ അതെല്ലാം. സോ അത് തന്നെയാണ് ഇവിടെ വ്യൂ മെനുവിനകത്ത് കിടക്കുന്ന ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നു. വ്യത്യാസങ്ങളൊന്നും തന്നെയും ഇല്ല കേട്ടോ. ഹൊറിസോണ്ടലി നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വ്യൂ ആണ് ഫ്ലിപ്പ് ആവുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് എക്സ്ട്രാസ് ആണ്. എക്സ്ട്രാസ് അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു സ്കെയിൽ പോലെ ഒരു എലമെന്റ് കാണും. അതിന് നമ്മൾ റൂളർ എന്നാണ് പറയുന്നത്. ഈ റൂളർ വെച്ചും റൂളറിനകത്തുള്ള ഗൈഡ് ലൈൻ വെച്ചും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ അഡ്വാൻസ്ഡ് സിലബസിനകത്ത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അവിടെ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊക്കെ വെച്ച് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പഠിക്കും. സോ അന്ന് ആ സമയത്ത് ഞാൻ ഇതൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ഇതല്ല. ഓക്കെ, ഈ വ്യൂ മെനുവിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാസ് ഉണ്ട് അല്ലെ. ഈ എക്സ്ട്രാസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഗൈഡ് ലൈൻ, ഞാനിപ്പോൾ പറഞ്ഞ റൂളറിന്റെ കാര്യമുണ്ട്. ഈ റൂളറിൽ നിന്ന് നമുക്ക് ഗൈഡ് ലൈൻ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇതുണ്ട്, ഇതുപോലെ നമുക്ക് ഗൈഡ് ലൈൻ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഗൈഡ് ലൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൂവ് ടൂൾ എടുത്തിട്ട് ഈ റൂളറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഗൈഡ് ലൈൻ ഒക്കെ ആഡ് ചെയ്യാം. സോ ഈ ആഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വ്യൂ മെനുവിൽ വന്നിട്ട് ഈ എക്സ്ട്രാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. കണ്ടോ, ഞാനിപ്പോൾ ആഡ് ചെയ്ത ഗൈഡ് ലൈൻ ഒക്കെ അവിടുന്ന് ഹൈഡ് ആയിപ്പോയില്ലേ. സോ അതുപോലുള്ള എലമെന്റുകൾ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വ്യൂ മെനുവിനകത്ത് വരുന്ന എക്സ്ട്രാസ് അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്, Ctrl+H ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രാസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലുള്ള എലമെന്റുകളൊക്കെ നമ്മുടെ ഡോക്യുമെന്റിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നെക്സ്റ്റ് കമാൻഡ് വരുന്നത് ഏതാണ്, റൂളേഴ്സ് ആണ്. ഓക്കെ, റൂളർ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. എന്താണ്, നമ്മുടെ ഈ ഡോക്യുമെന്റ് എല്ലാം മുകളിൽ കാണുന്ന ഈ സ്കെയിൽ പോലുള്ള ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്. ഈ റൂളർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലിന്റെ അതേ യൂസേജ് തന്നെയാണ് റൂളറിനും, അതായത് മെഷർമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റൂളർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു റൂളർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വ്യൂ മെനുവിനകത്ത് വന്നിട്ട് റൂളർ ടിക്ക് ഓൺ ചെയ്താൽ മതി. നോർമലി അത് ടിക്ക് ഓൺ ആയിരിക്കും. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ റൂളർ എന്നുള്ള പ്രോപ്പർട്ടി ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കമാൻഡ് യൂസ് ചെയ്ത് നമ്മളത് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂളർ അവിടുന്ന് ഹൈഡ് ആയി പോകും. കണ്ടോ, ഞാനിപ്പോൾ റൂളർ ടിക്ക് ഓഫ് ചെയ്തു. ടിക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റിന് മുകളിൽ കാണുന്ന റൂളേഴ്സ് അവിടെ ഹൈഡ് ആയി പോയി അല്ലേ. വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം, വ്യൂ മെനുവിൽ വന്നിട്ട് റൂളർ ഒന്ന് ടിക്ക് ഓൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ റൂളർ ഒന്ന് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു റൂളർ ഉള്ള പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, സോ അപ്പൊ ഇതാണ് എന്താ റൂളർ എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണുന്ന ഏരിയ, ആ റൂളർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷർമെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂണിറ്റിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ യൂണിറ്റ് എന്ന് പറയുന്നത് ഇഞ്ചാണ്. നിങ്ങൾക്ക് ഈ റൂളറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് മാറ്റാം. ഇപ്പൊ സെന്റിമീറ്റർ ആണ് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, സെന്റിമീറ്റർ ആക്കാം അല്ലെ. നമ്മളിപ്പോൾ 10 സെന്റിമീറ്റർ ഉള്ള ലെങ്ത് ഉള്ള വിഡ്ത്ത് ഉള്ള ഒരു ഡോക്യുമെന്റിൽ ഓപ്പൺ ചെയ്തിരുന്നത്. സോ ഈ കാണിച്ചേക്കുന്നത് എന്താണ്, സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ റൂളർ നമുക്ക് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ വ്യൂ മെനു എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വ്യൂസിനെ അറേഞ്ച് ചെയ്യാൻ. വ്യൂസ് മീൻസ് നമ്മുടെ ഡോക്യുമെന്റിനകത്തുള്ള എലമെന്റുകൾ ഹൈഡ് ചെയ്യുക, അതുപോലെ നമുക്ക് ഡോക്യുമെന്റ് പലതരം വ്യൂസ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വ്യൂ മെനുവിനകത്ത് വരുന്ന കമാൻഡുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ വ്യൂ മെനുവിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത മെനുവിലെ കമാൻഡുകളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.